ദുബായ് ട്രിപ്പിൽ അടുത്തായി നമ്മൾ പോയത് ദുബായ് ഫ്രെയിമിലേക്കാണ്. ദുബായിൽ തന്നെ ഏറ്റവും മികച്ചൊരു അട്രാക്ഷനാണ് ദുബായ് ഫ്രെയിം. ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഓഫീസിൻ്റെ അവിടുത്തെ ക്യൂ നമ്മൾ അവോയ്ഡ് ചെയ്തു. എന്നാൽ ദുബായ് ഫ്രെയിമിലെ എൻട്രൻസിലെ ക്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസിൽ ചെന്നത്. അതിനുശേഷം അവിടെ ഒരു അടുത്ത ക്യൂ ഉണ്ടായിരുന്നു ലിഫ്റ്റിൽ കയറാൻ. കുറച്ച് ആൾക്കാരെ മാത്രമല്ല ലിഫ്റ്റിൽ കയറി മുകളിലോട്ട് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഏറ്റവും മുകളിൽ ചെന്നപ്പോഴാണ് ദുബായ് ഫ്രെയിമിൻ്റെ ആ ഒരു ഭംഗി ഞങ്ങൾക്ക് മനസ്സിലായത്. അഡ്വഞ്ചേഴ്സും ഹൈറ്റും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ഹൈറ്റൊക്കെ പേടിയുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒപ്പേക്ക് ആവുന്നത് കൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് മറയുന്നതുകൊണ്ട് തന്നെ ഹൈറ്റ് പേടിയുള്ളവർക്ക് ഒന്ന് സെറ്റിൽ ആവാനും റിലാക്സ് ആവാനും പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ദുബായ് ഫ്രെയിം. അപ്പോൾ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു.